അവിടെ ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഒരേ പാർട്ടി അല്ലെങ്കിൽ ഒരേ ചങ്ങലയിൽ ഒരേ നിയന്ത്രണത്തിലുള്ള പാർട്ടിയായിട്ട് മാറുകയാണ്. പ്രതിപക്ഷത്തിൽ ഇനി ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകരുത്, അവരുടെ എം പിമാർ അവരെ തിരഞ്ഞെടുത്ത് വിട്ടാലും ഞങ്ങളോടൊപ്പമാണ് അവർ ചേരാൻ പോകുന്നതെന്നുള്ളൊരു മെസ്സേജ് കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് BJP. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ പല സ്കൂളുകളും പറയും ഞങ്ങൾ SCRT അല്ല നോക്കുക, കേരള സിലബസ് ആയിരിക്കും, ഞങ്ങൾ NCERT ബുക്കാണ് ഫോളോ ചെയ്യാൻ. PM ശ്രീ ഒന്നും നടപ്പിലാക്കണമെന്നില്ല, ഇതൊക്കെ എന്തോ അവിടെ നടപ്പിലായി കഴിഞ്ഞു. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഇളകിമറിയലുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിലുള്ള 20 TMC MPമാർ NCPI എന്ന് പറയുന്ന ആരാലും അറിയാത്തൊരു പാർട്ടിയിൽ ചേർന്ന് NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നുള്ള 6 MPമാർ ഏകനാഥ് ഷിൻഡെയുടെ വിഭാഗത്തിലേക്ക് മാറി NDAയിലേക്ക് വരുമെന്ന ധാരണ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയെ പിളർത്താനുള്ള നീക്കങ്ങൾ സജീവമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന വനിതാ സംവരണ ബില്ലിനും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ ബില്ലിനും ഇന്ത്യ സഖ്യത്തിൻ്റെ നട്ടെല്ലായിരുന്ന DMK പിന്തുണ നൽകുമെന്ന സൂചനകളും പുറത്തു വന്നിരിക്കുകയാണ്. BJP നടത്തുന്ന വലിയ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഭാഗമാണോ ഈ നീക്കങ്ങളെന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നതും ചർച്ചയിലേക്ക് വരും. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ പൊളിറ്റിക്കൽ റിസർച്ചറായ ഷാഹുൽ നൂറാനിയുണ്ട്. സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ മുൻപില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ നീക്കങ്ങൾ, കൂട്ടക്കൂറുമാറ്റങ്ങൾ എന്ന് പറയാവുന്നൊരു സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിയിൽ ഒരു മുന്നണിയുടെ ഭാഗമായി ജയിച്ചു വന്ന ആളുകൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങൾ ആരെയാണോ എതിർത്തത് ആ വിഭാഗത്തിലേക്ക് അവർക്ക് പിന്തുണ നൽകുന്നത് നിലയിലേക്ക് മാറുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ ഏപ്രിലിൽ കൊണ്ടുവന്ന NDA സർക്കാർ കൊണ്ടുവന്ന, മോദി സർക്കാർ കൊണ്ടുവന്ന 2 ബില്ലുകളുണ്ടായിരുന്നു, ധൃതി പിടിച്ച് കൊണ്ടുവന്ന 2 ബില്ലുകൾ. അതിലൊന്ന് വനിതാ സംവരണ ബില്ലും അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയ ബില്ലുമായിരുന്നു. മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നുള്ളതും, ഒപ്പം തന്നെ അതിൻ്റെ ലക്ഷ്യമായി 2029 ഒരുമിച്ച് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള വലിയ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ആ ബില്ലുകളൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ അത് ലോക്സഭയിൽ പരാജയപ്പെട്ടു. പ്രതിപക്ഷം വളരെ ഒരുമിച്ച് നിന്നുകൊണ്ട് പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുന്നത്. അതിനിടയിൽ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയായിരുന്ന TMC പരാജയപ്പെട്ടു, DMK പരാജയപ്പെട്ടു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഈ കൂട്ടക്കൂറുമാറ്റങ്ങൾ എന്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ കൂട്ടക്കൂറുമാറ്റത്തിലൂടെ സംഭവിക്കുന്നതേ പ്രതിപക്ഷ നിരയിലുള്ള ഒരാൾക്കും വോട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ജനങ്ങൾക്ക് ഇല്ലാതാവുക എന്നുള്ള. നമ്മളിപ്പോൾ വോട്ട് ചെയ്ത് പറഞ്ഞയക്കുന്ന ആള് നാളെ BJPയിൽ അല്ലെങ്കിൽ NDA പാളത്തിലാണെങ്കിൽ നമ്മൾ ഇത്രയും അധ്വാനിച്ചിട്ട് എന്താ കാര്യം എന്നില്ലേ? ഈ രീതിയിൽ വലിയൊരു ജനാധിപത്യത്തിൻ്റെ വലിയൊരു തകർച്ചയാണ് നമ്മൾ അതിൽ കാണുന്നത്. അതിലും രസമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ചൈനയിലൊക്കെ പണ്ട് പറയലുണ്ടായിരുന്നു 1 പാർട്ടി സിസ്റ്റം എന്ന് പറയലുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ യുണീക്കായിട്ടുള്ളൊരു 1 പാർട്ടി സിസ്റ്റം എമർജ് ചെയ്ത് വരുന്നത്. അതിൽ തന്നെ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെയുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇത് ചിലപ്പോൾ ചൈനയിലൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഉത്തര കൊറിയയിലൊക്കെ ഈ രീതിയിലായിരിക്കും. ഒരു പാർട്ടിയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അതിനെ എതിർക്കുന്ന ആളുകളും കൂടെ കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറയുന്നൊരു രീതി, എതിർപ്പുകൾ തന്നെ ഇല്ല. അപ്പോൾ ഇന്ത്യയൊക്കെ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലത്തെ നോക്കുകയാണെങ്കിൽ അവിടെ ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഒരേ പാർട്ടി അല്ലെങ്കിൽ ഒരേ ചങ്ങലയിൽ ഒരേ നിയന്ത്രണത്തിലുള്ള പാർട്ടിയായിട്ട് മാറുകയാണ്. ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഡീലിമിറ്റേഷനോ അതല്ലെങ്കിൽ വനിതാ സംവരണ ബില്ലോ ഇതൊന്നും പാസ്സായാലും ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയ രീതിയിൽ രാഷ്ട്രീയത്തിന് സാധിക്കും. അതല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നിര വലിയ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ശരിക്കും? ഒരു ഡീലിമിറ്റേഷൻ വന്നതുകൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പ് പരാജയപ്പെടില്ല, SIR വന്നതുകൊണ്ട് മാത്രം പരാജയപ്പെടില്ല, സിറ്റിസൺഷിപ്പ് ആക്ട് വന്നതുകൊണ്ട് മാത്രം പരാജയപ്പെടില്ല. പക്ഷേ നമ്മളൊരു കാര്യം നോക്കേണ്ടത്, 2029 ഇലക്ഷൻ സംഭവിക്കാൻ പോകുന്നത്.
പ്രതിപക്ഷ നിരയിലിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ സമയത്ത്? എന്തെങ്കിലും ഒരു ഇപ്പോൾ രാഷ്ട്രീയ മൊബൈലൈസേഷൻ നടത്താൻ പറ്റിയ വലിയ കുറേ ഓപ്പർച്യൂണിറ്റികൾ വന്ന്, അപ്പോൾ ഇവരൊക്കെ എവിടെ പോയി, എവിടെ ഇവരൊക്കെ നിൽക്കുന്നത് ഈ പാർട്ടിക്കാരൊക്കെ? നിങ്ങളൊന്ന് നോക്കിയേ, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 23 ലക്ഷം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു എക്സാമാണ്. CBSEയുടെ കണ്ടക്ടിങ്ങിൽ വലിയ പ്രശ്നങ്ങൾ വന്നു. നാറ്റയുടെ, അതായത് NTA ആണ്, നാറ്റ അല്ല NTA ആണ് ഈ എക്സാം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക എക്സാമുകളും ഈ NTA നടത്തുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഈ എക്സാമിനെയും അതുപോലെ തന്നെ സ്കൂളും ഈ വിഷയം ബാധിക്കാത്ത ഒരു ഫാമിലി പോലും ഉണ്ടാവില്ല. ചുരുങ്ങിയത് 23 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് അവിടെ എത്ര ഫാമിലികളെ ബാധിച്ചിട്ടുണ്ടാവും? അത്ര ഫാമിലികളുടെ ഇഷ്യൂ അല്ലേ അത്? അതിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഈ എക്സാം പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞ വിഷയം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആൻറ്റി നാഷണൽ ആവാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് മുസ്ലിങ്ങളുടെ ആളാണെന്നുള്ള സ്റ്റാമ്പിങ് ഒരിക്കലും നിങ്ങൾക്ക് വരില്ല. ഇത് മിഡിൽ ക്ലാസിൻ്റെ ക്വസ്റ്റ്യനാണ്, മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് എന്തായിരിക്കും കോൺഗ്രസ് പാർട്ടിയും 100 MP-മാരുടെ ആയിട്ട് അവരെന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഇവിടെ നടത്തിയോ? ഇല്ലല്ലോ. ചെറിയ ചില മൂവ്മെന്റുകളൊക്കെ നടക്കുന്നുണ്ട്, അനക്കം കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, 3 നേവി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൽ. കപ്പൽ ജീവനക്കാരാണ്. ഇന്ത്യൻ കപ്പൽ ജീവനക്കാർ 3 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത്? US മിസ്റ്റേക്ക് കൊണ്ടല്ല. ആദ്യ വാണിംഗ് കൊടുത്തു, രണ്ടാമത് വാണിംഗ് കൊടുത്തു, മൂന്നാമത് വാണിംഗ് കൊടുത്തപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് പോകുന്ന കപ്പലാണ് അവർ ബോംബിട്ട് തകർത്തിരിക്കുന്നത്. എന്നിട്ട് അവർ അപ്പോളജി, ഈ പരിപാടികളൊന്നുമില്ല. ഇത് യുദ്ധമുഖത്ത് സംഭവിച്ചതാ. ഇത് ഇവിടെ UPA യുദ്ധത്തിൽ പങ്കാളികളല്ലാനോ UPAയുടെ സമയത്തോ കോൺഗ്രസിന്റെ സമയത്തോ ആണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇവിടെ ഭരണം വീഴാൻ മാത്രമല്ല സാഹചര്യം അതായി. വലിയൊരു ദേശാഭിമാന ബോധം ഉയരേണ്ട സമയമാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ദേശാഭിമാന ബോധം ഉയരണമെന്നൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ജനങ്ങളെ സംബന്ധിച്ച് ഉണരേണ്ട ടൈമാണ്. ഒരു ഒപ്പോസിഷൻ പാർട്ടിയിൽ ഇരിക്കുന്നവർക്കല്ല, അവർക്കൊരാഗ്രഹം വേണ്ട ഇവിടെ ഭരണത്തിൽ വരണമെന്ന്. ഞാൻ പറയുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇവർ മൂവ്മെൻറ്റുകൾ കൂടുന്നുണ്ടല്ലോ, ആളുകൾ കൂടുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം തന്നെ ആ പേരാ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യ. എന്നിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയെ വീണ്ടെടുക്കാൻ പോവുകയാണെന്ന്. ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ആ പഴയ ഇന്ത്യയെ ഇവിടെ ആൾക്കാർക്ക് താല്പര്യമില്ല. ആ പഴയ ഇന്ത്യയിൽ ജോലിയില്ലായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, അത്യാവശ്യം കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിരുന്നു, ജാതി വയലൻസുകൾ ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ട് പ്രശ്നം. ഇപ്പം നന്നായി എന്നല്ല പറയുന്നത്. ഇപ്പം മോദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിലേക്ക് വേറെന്തൊക്കെ സ്വപ്നം ഇല്ലാതെ നടക്കാത്ത കുറേ കാര്യങ്ങളെ കുറിച്ചായിരിക്കും പറയാം. 2048 അത് ചെയ്യും, അന്ന് മൂപ്പർ ഇവിടെ ജീവിച്ചിരിപ്പ് ഉണ്ടാവുക പോലും ഇല്ല. അപ്പോൾ ഇവരെന്നിട്ട് ഇങ്ങനെ 10 കൊല്ലം കൊണ്ട് ഈ നരേന്ദ്രമോദിയുടെ 2014 മുതലുള്ള ഭരണം കൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ വളരെയധികം താഴേക്ക് താഴോട്ട് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു തരാം. ഇന്ത്യ എക്കോണമി 5th ലാർജസ്റ്റ് എക്കോണമി ആയെന്ന് മോദി ഭയങ്കരമായിട്ട് സംഭവമായിട്ട് പറഞ്ഞു. അത് ചെയ്തിരിക്കുന്ന മുഴുവനും അതിൻ്റെ മുൻപുള്ള സർക്കാരുകൾ ചെയ്തതിൻ്റെ ഫലമായിട്ട്. അതല്ലെങ്കിൽ അതിൽ ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ 5th ലാർജസ്റ്റ് എക്കോണമി ആവാനുള്ള ജനസംഖ്യ അല്ല നമുക്കുള്ളത്, നമുക്ക് അതിലും വലിയ ജനസംഖ്യ ഇവിടെ ഉണ്ട്. ആളോഹരി വരുമാനം നോക്കുകയാണെങ്കിൽ നമ്മൾ 100 കടക്കും. എന്നിട്ട് 5th ലാർജസ്റ്റ് എക്കോണമി ആയെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി, ഇലക്ഷൻ ഇഷ്യൂ ആക്കി. ഇപ്പം ഇതടുത്ത് 6ാമത്തെ എക്കോണമി ആയിട്ട് മാറി. അതായത് താഴോട്ട് പോകുന്നു. 3ാമത്തെയോ 4ാമത്തെയോ എക്കോണമി ആയി മാറുമെന്നായിരുന്നു 2000-ലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രചാരണം. ആ നിലയിലേക്ക് വളർന്നിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ വളർച്ചാ നിരക്ക് വളരെയധികം താഴേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നൊരു വിഷയം, 5ാമത്തെ എക്കോണമി എന്നുള്ളത് 6ാമത്തെ എക്കോണമി ആയിട്ട് കൂപ്പ് കുത്തിയപ്പോൾ എവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എന്താ ഇതൊന്നും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നൊരു വിഷയം, ഇപ്പോൾ ഈ അടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി വന്നില്ലേ, ഒരാഴ്ച കൊണ്ടാണ് അവർക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഫോളോ ബട്ടൺ അടിക്കണമെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിലേ അടിക്കുള്ളൂ, വെറുതെ കൊണ്ടുപോയിട്ട് അടിക്കില്ല. ഇത്രയും ആളുകൾക്ക് എനിക്ക് തോന്നുന്നു BJPക്ക്, ലോകത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായ BJPക്ക് 9 മില്യൺ എങ്ങാണ്ട് ഫോളോവേഴ്സ് ഉള്ളൂ, ക്ലോസ് ടു 9 മില്യൺ. 23 മില്യൺ ഒരു പാർട്ടിക്ക് വരണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ ഈ രാജ്യത്തിനകത്തുണ്ട്. യൂത്തിന് അത്രയും പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. അവർക്കത് റേസ് ചെയ്യാൻ ഈ വിഷയം ഉയർന്നു വരുന്നത് നേരത്തെ ഷാഹുൽ പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ. അതായത്
ഫ്രം നോവെയർ ആണ് അഭിജിത്ത് എന്ന് പറഞ്ഞ ആ US-ലിരിക്കുന്ന ഒരു പയ്യൻ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് 23 മില്യൺ ആവുന്നത്. ഇത് ഇത്രയും വലിയൊരു സർക്കാരിനും സിസ്റ്റത്തിനും എതിരെയുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ ഒപ്പോസിഷൻ പാർട്ടികൾക്ക് അല്ല, എന്തായാലും മാത്രമല്ല ഉപയോഗപ്പെടുത്താൻ ഇതിപ്പം പറ്റാത്തത് അത് സോഷ്യൽ മീഡിയയിൽ അവസാനിച്ചില്ല എന്ന് നമ്മൾ ഇല്ല. ആലോചിക്കണം. ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കൂടി, പുനെയിൽ കൂടി, ജലന്ധറിൽ കൂടി, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ കൂടി, ഇങ്ങനെ പല സ്റ്റേറ്റുകളിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇവർ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തടിച്ചുകൂടി ഇതിൻ്റെ. അതായത് നമ്മൾ കാണുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവരെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഏത് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് റോട്ടിൽ ഇറങ്ങുമ്പോൾ ഭയം ഉണ്ടാവും. അതെ, അതെ. എൻ്റെ പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും, എൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിക്കും, അത് പേടിക്കാതെ കുട്ടികൾ റോട്ടിൽ ഇറങ്ങുന്നതെന്ന് പറയുന്ന നേരം അവരുടെ ഭാവിയെ ബാധിച്ചതുകൊണ്ടാണ്. ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒപ്പോസിഷൻ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമുക്കാകെ പ്രതീക്ഷയുള്ളത് ഇതുപോലുള്ള മൂവ്മെൻറ്റുകളിലാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ, ഇപ്പോൾ സമാജ്വാദി പാർട്ടി ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും, ഈ പാർട്ടികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്, പ്രത്യേകിച്ച് 2029. പിന്നെ നമ്മൾ മറ്റേ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത്, അതായത് എങ്ങനെയാണ് BJP ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനുള്ള അവസരങ്ങൾ ഇന്ത്യയിലെ കോട്ട് ആൻഡ് കോട്ട് സെക്കുലർ പാർട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. തൃണമൂൽ കോൺഗ്രസ്സിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തൃണമൂൽ കോൺഗ്രസ്സിൽ എല്ലാവർക്കും അറിയാം, സുവേന്ദു അധികാരി എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ ക്ലോസ് പേഴ്സണാലിറ്റി, റൈറ്റ് ഹാൻഡ് എന്ന് വേണേൽ പറയാം. എല്ലാ ഇക്വേഷൻസും ഈ പാർട്ടിക്ക് അകത്ത് അറിയാവുന്ന. അപ്പം മമതാ ബാനർജി ചെയ്യുന്നത് എങ്ങനെ, ഓവർനൈറ്റ് ഈ അഭിഷേക് ബാനർജിയെ ഉയർത്തിക്കൊണ്ടുവരിക, മരുമകനെ കൊണ്ടുവരുന്ന അടുത്ത പൊളിറ്റിക്കൽ എന്താ പറയുക, അനുയായി അല്ല, എന്താ പറയുക, പിന്നെ നേതാവായിട്ട് പിൻഗാമിയായിട്ട് കൊണ്ടുവരുന്നു. സുവേന്ദു അധികാരി ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ പാർട്ടിനകത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ BJP ആണ് അയാൾ പോയിട്ട് സമീപിച്ചിട്ട് കൊണ്ടുവരുന്നത്. അയാൾ പുറത്തുള്ളത് കൊണ്ടാണ് TMCന്റെ അകത്തുള്ള 28 20 ആൾക്കാർ കാര്യം ചാടിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 80+ MLA-മാരെന്ന് 60+ ചാടിക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. ആസാമിൽ എന്താ സംഭവിച്ചത്? ആസാമിൽ ഇതേ പാറ്റേൺ അല്ലേ. തരുൺ ഗൊഗോയ് 15 വർഷം ആസാം ഭരിച്ച ഒരാൾ ഭരണം കഴിയാൻ നേരത്ത് പിൻഗാമിയെ പ്രഖ്യാപിക്കേണ്ട സമയത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് ഗൗരവ് ഗൊഗോയിയെ, മകനാണ്. ഇയാളുടെ റൈറ്റ് ഹാൻഡായ ഹിമന്ത ബിശ്വ ശർമ്മ, ഹിമന്തയെ നമുക്കൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അയാളെ BJP ഉപയോഗപ്പെടുത്തുന്നു. പാറ്റേൺ രണ്ടും സെയിം തന്നെയല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ സെക്കുലർ പാർട്ടിക്കകത്ത് അവർ BJP എന്താണോ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ അത് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BJP പറയും ഇവരെന്താണ് കുടുംബ പരിവാർ, എന്താ പരിവാറാണ് അല്ലെങ്കിൽ കുടുംബ പാർട്ടികളാണ് എന്ന് പറയുന്ന നേരം ഇവർ ഓരോ ദിവസവും ഇങ്ങനെ പ്രൂവ് ചെയ്യുക. ഇപ്പോൾ കർണാടകയിൽ മന്ത്രിസഭ പുനർനിർണയം കഴിഞ്ഞ സമയത്ത് നോക്കി, സിദ്ധരാമയ്യ മകനെ ഹൈ പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഖർഗെൻ്റെ മകൻ ആഭ്യന്തരമന്ത്രിയാകുന്നു. BJP ഇത് സംഭവിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ രീതിയിൽ BJPക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ പ്രൂഫ് ഡെയിലി സെർവ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കാൻ പോവുകയാണ്. വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നതിലൂടെ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാവും. അതെന്തായാലും BJPക്ക് സഹായമാവും. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഉണ്ടാവുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ, BJPക്ക് കുറെ കൂടെ വലിയ ലാർജർ അജണ്ടകളുണ്ടല്ലോ, വലിയ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ ബംഗാളിലെ പരാജയത്തിന് ശേഷം ഇന്ത്യ അലയൻസിൻ്റെ മീറ്റിംഗ് നടന്നപ്പോൾ കുറെ കൂടെ ഒരു യൂണിറ്റി അവിടെ പ്രകടമായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നേരത്തെ ഷാഹുൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല തകർന്നിട്ടും അതിനെതിരെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ഒരു പ്രമേയം പാസ്സാക്കിയതിനപ്പുറത്ത് ഒരു ആലോചന നടത്താനോ ഒരു പാർലമെൻറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ കുട്ടികൾ CJP എന്ന് പറയുന്ന വലിയ മൂവ്മെൻറ്റുകൾ നടത്തുന്നത്. അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു എന്തായാലും ആ ഒരു യൂണിറ്റി ഉണ്ടായത് ആ ഒരു വിശ്വാസത്തെ, അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിൽ ഇനി ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകരുത്, അവരുടെ MP-മാർ അവരെ തിരഞ്ഞെടുത്ത് വിട്ടാലും
ഞങ്ങളോടൊപ്പമാണ് അവർ ചേരാൻ പോകുന്നതെന്നുള്ളൊരു മെസ്സേജ് കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് BJP എന്ന് തോന്നുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും ഇന്ത്യ മുന്നണി നടത്തുന്ന പ്രവർത്തനങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം ഇവിടെ കിടക്കുന്നത് വെച്ചാൽ, കോക്രോച്ച് CJPക്കാർക്ക് ഒന്നും പേടിക്കാനില്ല. കാരണം അവരിതുവരെ ഭരണത്തിൽ വന്നിട്ടില്ല, ഇല്ല. അവരുടെ അടുത്ത് പ്രോപ്പർട്ടി ഉണ്ടായിക്കൊള്ളുന്നുണ്ടില്ല, യൂത്താണ്, സ്റ്റുഡൻസാണ്, എന്തെങ്കിലും നഷ്ടപ്പെട്ടവരാണ്, ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അവർ മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റോട്ടിലും സ്ട്രീറ്റുകളിലും ഉണ്ടാവും. ഇന്ത്യ മുന്നണിയുടെ ആളുകൾ പേടിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പേടിക്കുന്നൊരു കാര്യം, നിങ്ങളൊരു ലോക്സഭാ ഇലക്ഷനിൽ ഒരു എം പി കാൻഡിഡേറ്റിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് 95 ലക്ഷം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഏത് MP ആവാൻ മത്സരിച്ച ആളോടും പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ ചുരുങ്ങിയ 5 കോടി എങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കണക്കുകൾ പറയുന്ന 20-25 കോടി രൂപ വരെ ഒരു മണ്ഡലത്തിൽ സ്പെൻഡ് ചെയ്താലേ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് വരാൻ പറ്റുമെന്നുള്ളതാണ്. BJPയുടെ കോൺഫിഡൻസ് എന്താണെന്നറിയാം. BJPക്ക് അറിയാം ഇവർ എലക്ഷനിൽ 95 ലക്ഷം അക്കൗണ്ട് കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് 20-21 കോടി രൂപ മിനിമം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക ബ്ലാക്ക് മണി ആയിരിക്കും, കറപ്ഷൻ ആയിരിക്കും. അത് ഓപ്പോസിഷൻ പാർട്ടികൾ മാത്രമല്ല, ഭരിക്കുന്ന പാർട്ടി അതിലും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു MPയെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരന് കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ആക്റ്റീവായി നിന്ന് ഒരാളെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി. ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ബംഗാളിലെ ആ 20 MPമാരെയും 60 MLAമാരെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈസി ആയിട്ട് ഒരാളെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഈ കാര്യത്തെ പേടിക്കാത്ത ഒരു പ്രതിപക്ഷ പാർട്ടി നേതാവ് ഇന്ത്യയിൽ കൊള്ളുന്നുണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പം 6 ശിവസേന MPമാർ ഈ പാർട്ടി വിടാൻ പോകണം. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകണം. അപ്പം ഉദ്ധവ് താക്കറെ വിഭാഗം ആരോപിക്കുന്നത് ഒരു MPക്ക് 50 കോടി രൂപ വെച്ചാണ് BJP കൊടുക്കാൻ പോകുന്നത്. അതിൽ 15 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു, അങ്ങനെയാണ് ഇവർ കൂറുമാറ്റുന്നതെന്നാണ് ഇവർ പറയുന്നത്. കുറച്ചൊക്കെ അതിശയോക്തിയായി ഉണ്ടാകാം, പക്ഷേ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട് ഈ കൂറുമാറ്റത്തിന് പിന്നിലുണ്ടെന്ന് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിൽ അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ റിവേഴ്സ് ആലോചിക്കുക. ഒരാൾ 10-15 കോടി രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇലക്ഷനിൽ ഫൈറ്റ് ചെയ്തെന്ന് കരുതുക, നിങ്ങൾ റിട്ടേൺ എത്ര എക്സ്പെക്ട് ചെയ്യും? ചുരുങ്ങിയത് നിങ്ങൾക്ക് ആ 15 കോടി രൂപ സ്വായത്തമാക്കണ്ടേ? ഇപ്പോഴത്തെ ഓപ്പോസിഷൻ പാർട്ടിയിലിരിക്കും. ഇപ്പോൾ സാധാരണ ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ ഓപ്പോസിഷൻ പാർട്ടികൾക്ക് ഫണ്ട് എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഇവർ ഭരണത്തിൽ വരാൻ സാധ്യത നോക്കിയിട്ടാണ്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും പാർട്ടികൾക്ക്, ഓപ്പോസിഷൻ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ശിവസേനക്കോ SP-ക്കോ RJDക്കോ ആരെങ്കിലും ആ രീതിയിൽ ഫണ്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പം നിങ്ങൾക്ക് ആകെയുള്ള വഴി എന്തായിരിക്കും? ഇപ്പോൾ ഉള്ള പാർട്ടിക്കാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. ഇപ്പം കിട്ടുന്ന പൈസ കിട്ടിയാൽ നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആവുക, അത് കഴിച്ചിലാവും. ഇത് തന്നെ ആയിരിക്കും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണ് പിന്നെ ശിവസേനയിലെ ആ ലീഡർഷിപ്പിന് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരത് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ TMCയിൽ പിളർപ്പുണ്ടായ സമയത്തും TMCയുടെ ഇപ്പോഴത്തെ നമ്മൾ പറയുന്ന മമതയുടെ പക്ഷത്തിരിക്കുന്ന ചില MPമാർ പോയ വിമതരെക്കുറിച്ച്, ചില ആൾക്കാരെ കുറിച്ചൊന്നും ബ്ലാറ്റൻ്റ്ലി ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഓപ്പണായിട്ട് ക്രിട്ടിക് ചെയ്യുന്നില്ല. കാരണം ഇവർക്കറിയാം കേസുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യൂസുഫ് പത്താൻ്റെ വിഷയത്തിൽ ബറോഡയിൽ അവിടെ ഒരു ലാൻഡ് വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ 10 സെൻറ്റ് സ്ഥലം എടുക്കുന്ന ഏതൊരു മനുഷ്യനും അയാൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? വാല്യൂ കുറച്ച് കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പിടിക്കാൻ ഇവിടുത്തെ വലിയ ഇൻ്റലിജൻസ് ഒന്നും വേണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ ജസ്റ്റ് ആ നാട്ടിൽ പോയിട്ടൊന്ന് ചോദിച്ചാൽ തന്നെ ആളെ പിടിക്കാൻ കഴിയും. മാർക്കറ്റ് വാല്യൂ ബറോഡ സിറ്റിയിൽ ഒരാൾ ലാൻഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ അറിയില്ല എത്രയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഈ രീതിയിൽ എല്ലാ MPമാരെ ഇവർ ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സാരം എന്താണെന്ന് വെച്ചാൽ, BJPക്ക് ഡീലിമിറ്റേഷൻ കൊണ്ടുവരാം, വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാം, ഈ രീതിയിൽ ഓപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സിനെ ട്രാപ്പിലാക്കാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും അതല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഇന്ത്യ ബ്ലോക്കിലുള്ള പാർട്ടികളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ 2029 നിങ്ങൾ ഈ ഭാരത് മണ്ഡപത്തിൽ ഈ കഴിഞ്ഞ മാസം NDAയുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണത്തിലിരുന്നത് ആഘോഷിക്കാൻ നെഹ്റുവിനെ മറികടന്നു, മറ്റൊരു അർത്ഥത്തെ പറയുകയാണെങ്കിൽ. ആ രീതിയിൽ അന്ന് അവർ ചർച്ച ചെയ്യുന്ന 2029 ഇലക്ഷൻ എങ്ങനെ ആവണം, ഇനി വരാനുള്ള ഇലക്ഷൻ എങ്ങനെ ആവണം, ഇനി ഭാവിയിൽ ഈ സമീപ ഭാവിയിൽ വരുന്ന സംസ്ഥാന ഇലക്ഷനുകളിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യണം,
ഈ രീതിയിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഇന്ത്യ ബ്ലോക്കിൻ്റെ വശത്ത് നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ ആകെ കാണുന്ന ഒരു ഇന്ത്യ ബ്ലോക്കിൻ്റെ പരിപാടി ഡൽഹിയിൽ ഈ അടുത്ത് നടന്ന് അതിൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ ഹഗ് ചെയ്യില്ല എന്നുള്ളതിൻ്റെ അതെ ആ വീഡിയോ അവർ പുറത്തിടുകയും അതെ ചെയ്തു. അതെ അപ്പോൾ ഞാൻ പറയുന്നത് മറ്റേ ബ്ലോക്ക് NDA ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിട്ട് കൊഹസീവായിട്ട് ചെറിയ പാർട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച്, ചെറിയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബീഹാറിലൊക്കെ ഉള്ള വളരെ ചെറിയ പാർട്ടികൾ, UP-യിലൊക്കെ ഉള്ള ചെറിയ പാർട്ടികൾ, അവർക്കൊക്കെ കൊടുക്കേണ്ട റെക്കഗ്നിഷൻ കൊടുത്ത് പിടിച്ചു വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ വശത്താണെങ്കിൽ ഈ പറഞ്ഞ ഒരു പരിപാടിയും നടക്കില്ല. ഞാൻ വേറൊന്നും കൂടെ പറയാം. ഈ ഇപ്പം BJP-യുടെ പ്രസിഡൻ്റായിട്ട് നിബിൻ, എന്താണ് ആളെ പേര്, പുള്ളിയുടെ പേര് പോലും ആർക്കും ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടാവില്ല. ഒരു യൂത്ത് എന്ന് പറഞ്ഞാൽ 40 എനിക്ക് നിബിൻ ആണെന്ന് അവർ വന്ന് 40+ ആണ് ഏജ്. കോൺഗ്രസ്സിൽ ഇപ്പം ആരായിരിക്കും പ്രസിഡൻ്റായിട്ട് വരിക? ഖർഗെ കഴിഞ്ഞാൽ ഇനി അതിലും പ്രായമായ, അതല്ലെങ്കിൽ ഒരു 70+ ആയിട്ടുള്ള ഒരാളായിരിക്കും വരിക. അതും അവിടെ കുറേ ചർച്ച നടന്ന് അയാൾ ഗാന്ധി കുടുംബത്തിനോട് എന്താണ് ബന്ധം, ഇക്വേഷൻസ് എന്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുമാതിരി വഷളാക്കിയിട്ടായിരിക്കും ഇനി അടുത്ത പ്രസിഡന്റ് വരിക. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് BJP-യുടെ പ്രസിഡൻ്റായിട്ട് അത്യാവശ്യം യൂത്തായിട്ടുള്ള ഫ്രം നോവെയർ OBC ഇതിലുള്ള ബീഹാറിലുള്ള ഒരാൾ വരുന്നേരം ആൾക്കാർക്ക് അറിയാം ആൾക്ക് കഴിവുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ആൾക്ക് നല്ല റിലേഷൻ ഉണ്ട് അമിത്ഷായും മോദിയുമായിട്ട്. പക്ഷെ അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, BJP-ക്ക് അകത്ത് ആൾക്കാർക്ക് കയറി വരാൻ പറ്റും എന്നുള്ളത്. കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. പക്ഷേ നമ്മളിത് പറഞ്ഞു വരുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ശരിയാണ്, BJP എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ BJP-യുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ BJP നടത്തുന്ന ഓപ്പറേഷനിലെ രാഷ്ട്രീയ ലക്ഷ്യം നമ്മൾ അതുവഴി ചർച്ച ചെയ്യാതെ പോകരുതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് വലിയ തോതിലുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ ഈ ഒരു പാർട്ടിയെ പിളർത്തുകയും MP-മാരെ കൂറുമാറ്റുകയൊക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് വലിയ അജണ്ടകളുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ അത് ഡീലിമിറ്റേഷനിലൂടെ വീണ്ടും കൂടുതൽ അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രം, വീണ്ടും അധികാരത്തിൽ വരിക, 3/2 ഭൂരിപക്ഷം BJP-ക്ക് മാത്രമായി ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ കാര്യം. അങ്ങനെ വരുന്നത് എന്തിനാണ്? അവർക്ക് അവരുടേതായ ഒരു അജണ്ടയാണ്. ഒന്ന് ഹിന്ദു രാഷ്ട്രം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന RSS ആണ് BJP-യുടെ പിന്നിലുള്ള രാഷ്ട്രീയ ശക്തി. അവരുടെ അജണ്ടകൾ നടപ്പാക്കുക. അത് ഡീലിമിറ്റേഷനിലും വനിതാ സംവരണത്തിലും അവസാനിക്കാതെ കയ്യിലേക്ക് വഴിയാണ്. ഈ ഹിന്ദു രാഷ്ട്രം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണ്ടി വരും? ന്യൂനപക്ഷ അവകാശങ്ങൾ റദ്ദാക്കപ്പെടേണ്ടിയിട്ട്. ഇന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്ന സംഗതി അത് വാജ്പേയി സർക്കാരിൻ്റെ കാലം മുതൽ ചർച്ച ചെയ്യുന്നതാണ്. ന്യൂനപക്ഷ അവകാശമല്ല, മനുഷ്യാവകാശമാണ് വേണ്ടത് എന്നുള്ള നിലയ്ക്കുള്ള ചർച്ചകൾ അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വരേണ്ടി വരും. അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സംഗതി അവർക്ക് പകുതി വഴിയിൽ നിൽക്കുന്നുണ്ട്. ചില സ്റ്റേറ്റുകളിൽ അവർ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിലുള്ള ഇത്തരം പലതരത്തിലുള്ള അവരുടേതായ അജണ്ടകൾ, ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അജണ്ടകൾ അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഈ ദുർബലമായ അവസ്ഥയിൽ നമ്മൾ ഇവരുടെ ഒരു വലിയ അജണ്ട കാണാതെ പോകരുതെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മോദിനെ പോലുള്ള പല പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ട്രംപ്, അതുപോലെ എർദോഗൻ, പുടിനെ വേണേൽ ആ രീതിയിൽ കണക്കാക്കാം. ഇനി ഇപ്പം പല രാജ്യത്തും ഇതുപോലുള്ള ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു, എത്നിക് പാർട്ടികൾ ഭരണത്തിലുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു ഫിനോമിന ഇന്ത്യയിലുള്ളത് BJP-യുടേത്. BJP എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല. രാഷ്ട്രീയ പാർട്ടി നമ്മൾ കാണുന്നത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയും. നമ്മളൊരു മഞ്ഞുമലയുടെ കൂന മാത്രമാണ് നമ്മൾ BJP-യെ കാണുന്നത്. അതിൻ്റെ അടിയിൽ വലിയൊരു മല കാണാതെ ഇരിക്കുന്നുണ്ട്, ഇന്ത്യൻ സൊസൈറ്റിയെ മൊത്തം ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അത് RSS എന്ന് പറഞ്ഞ വലിയൊരു വലയാണ്. ആ വലയത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത രീതിയിൽ അഡ്വക്കേറ്റുമാരുടെ ഓർഗനൈസേഷൻ, സ്റ്റുഡൻസിൻ്റെ ഓർഗനൈസേഷൻ, ലേബേഴ്സിൻ്റെ, നിങ്ങൾ ആസ്ക് മീ എനിത്തിങ്, കോൺട്രാക്ടേഴ്സിൻ്റെത്, ബിസിനസ്സുകാരുടേത്, ചേംബർ ഓഫ് കൊമേഴ്സ്, ജാതി ഗോത്ര വിഭാഗങ്ങളുടെ എല്ലാ സംഘടനകളും ഉള്ള ഇത്രയും വേര് പിടിച്ചൊരു സംഘടന. അത് ഇപ്പം സുപ്രീം കോടതിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. സിസ്റ്റം മുഴുവനും ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി എന്താ നടപ്പിലാവാനുള്ളത്? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി യൂണിഫോം സിവിൽ കോഡ്, ഇനി ന്യൂനപക്ഷങ്ങളുടെ അവകാശം, പിന്നെന്താ നമ്മൾ പറയുന്നത്, പിന്നെ കൗസ്ലോട്ടർ,
പിന്നെ ഈ രീതിയിലുള്ള നിങ്ങൾ ഏതൊന്നും ആലോചിച്ച് നോക്കി, ചിലപ്പോൾ ഇന്ത്യയിൽ നിയമം നടപ്പിലായിട്ടും ഒന്നും ഉണ്ടാവില്ല. ഇല്ല. പക്ഷേ ഇതൊക്കെ ഇഫക്റ്റീവ്ലി നടന്നുകൊണ്ടിരിക്കുന്നില്ല എല്ലായിടത്തും. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ഇനി ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ഡോക്യുമെൻറ്റിലുള്ള സാധനം പോലും കിട്ടുന്നില്ല. കേരളത്തിൽ തന്നെ എന്തെങ്കിലും ഒരു അർഹതപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയാൽ തന്നെ ആരോപണങ്ങൾ വരും. ഇത് ഞാൻ പറയുന്നത്, ഇനി ഇതൊന്നും പറയാനില്ല. ഹിന്ദു രാഷ്ട്രം ആയോ എന്ന് വെച്ച് ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി പ്രഖ്യാപിക്കേണ്ടതില്ല എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഹിന്ദു രാഷ്ട്രമാണ്, ഇനി ഞങ്ങൾ ഔപചാരികമായി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ലൈക്ക് ഇനി ഒരു ഓപ്പോസിഷൻ പാർട്ടി, ഇനി കോൺഗ്രസ് വന്നു എന്ന് വിചാരിക്കുക. കോൺഗ്രസ് വന്നാലും 5-10 വർഷം ഭരിച്ചാൽ പോലും മായ്ക്കാൻ പറ്റാത്ത നിലക്ക് ഹിന്ദു രാഷ്ട്രം ഇതിൻ്റെ എല്ലായിടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇതിനെ ഇനി നമുക്ക് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് BJPയുടെ എന്താണെന്ന് വെച്ചാൽ, BJP എന്തായാലും അവർ പറഞ്ഞിരിക്കുന്ന ഓരോ അജണ്ടകളും ഓരോന്നായിട്ട് നടപ്പിലാക്കിയിട്ട് അവർ എല്ലാം ഫൈനലി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആക്കും എന്ന് പറയുന്ന ആ ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഇനി അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബാബരി മസ്ജിദ് ഉണ്ടായിക്കഴിഞ്ഞു, ആർട്ടിക്കിൾ 371 എടുത്തു കളഞ്ഞു. ഇനി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്ര ഈസി ആയിട്ട് സുപ്രീം കോടതി എന്നോ റെഡിയാണ്, ഒരു ലോ നടപ്പിലാക്കുകയാണെങ്കിൽ ചെയ്യുക. കൗ സ്ലോട്ടർ അവർക്ക് നാഷണൽ തലത്തിൽ നടപ്പിലാക്കണമെന്ന് അജണ്ട ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല അവർക്ക് അജണ്ട ഉണ്ട് എന്ന്. ഇനിയിപ്പോൾ അവർക്ക് എന്താ ചെയ്യാനാണ് ബാക്കിയുള്ളത്? സംവരണം പോലുള്ള അവകാശങ്ങളാണ്. സംവരണമൊക്കെ നിർവീര്യമാക്കി തുടങ്ങിയിട്ട് കാലം കുറയായി. സംവരണം എന്നുള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ മെഡിക്കൽ സീറ്റിൽ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ, പിന്നെ ജനറൽ കാറ്റഗറിയിലെ എന്താ EWS കാറ്റഗറിയിൽ കയറുന്ന ഒരു കുട്ടിയുടെ മാർക്ക്, നീറ്റ് സ്കോർ, OBC കാറ്റഗറിയിൽ നീറ്റിലേക്ക് കയറുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ നീറ്റ് സ്കോർ നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സംവരണം ഇല്ലാതായിട്ടുണ്ടെന്ന്. കാരണം EWSൽ കിട്ടേണ്ട ആൾക്ക് OBC കിട്ടേണ്ട ആളുടെ എത്രയോ കുറഞ്ഞ മാർക്ക് കിട്ടിയാൽ മതി. അത് ഇതിൽ മാത്രമല്ല, അത് ഗവൺമെൻറ് തലത്തിൽ ഏത് ജോബിൽ നോക്കുകയാണെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നോക്കുകയാണെങ്കിലും ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, എന്തിനായിരുന്നു OBC ആയത്, ആ ജനറൽ കാറ്റഗറി ആയാൽ പോലെയാണോ? ഇത് തന്നെയല്ലേ സംവരണത്തെ അട്ടിമറിച്ചെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്, 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിനിവിടെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അതിനെ അനുകൂലിച്ചു. അതൊരു ഭയങ്കര അത് നമ്മൾ ഈ സംവരണം റദ്ദാക്കുക എന്നുള്ളത് MS ഗോൾവൽക്കറുടെയൊക്കെ അജണ്ടയിൽ നേരത്തെ തന്നെ RSS തീരുമാനിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ അത് നേരിട്ട് പറയാൻ കഴിയാത്തൊരു സാഹചര്യം 90കളിലുണ്ടായി, ഈ മണ്ഡൽ കാലഘട്ടത്തിൽ. അപ്പോൾ അതിനെ മറികടക്കാൻ അവർ കൊണ്ടുവന്ന വളരെ സമർത്ഥമായൊരു ഫോർമുലയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന EWS, അതുപോലെ തന്നെ ക്രീമി ലെയർ പോലുള്ള വാദങ്ങൾ. അത് തന്നെ ഞാൻ പറയുന്നൊരു കാര്യം. ക്രീമി ലെയർ വന്നു, അതോടൊപ്പം ഏത് നിലക്കും സംവരണം എന്ന് പറഞ്ഞ കാര്യം ഇല്ലാതാക്കി. വേറൊരു കാര്യം, നമ്മൾ ആദ്യമൊക്കെ ഭയപ്പെട്ടിരുന്നൊരു കാര്യം, സിലബസുകളിലെ മാറ്റം, കരിക്കുലം മാറ്റാൻ കഴിയുമോ എന്നുള്ളായിരുന്നു. ഇപ്പോൾ കേരള സർക്കാരൊക്കെ പറയും നമ്മുടെ കരിക്കുലം ഭയങ്കര സെക്കുലറാണ്, SCRT ബുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. PM ശ്രീ നടപ്പിലാക്കാതിരുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞിരുന്നത് അവർ NCERT, അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ബുക്ക് വായിക്കേണ്ടി വരും, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ബുക്ക് ഒഴിവാക്കേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, +1 +2 പഠിക്കുന്നത് 8, 9, 10 +1 +2 ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ആയിട്ട് നടത്തുക, JEEക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായി, മെഡിക്കലായി, എൻജിനീയറിംഗ് ആയി, UPSC ഗവൺമെൻറ് ജോബുകളായി, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET എക്സാം ഇതിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന വേറെ ആരും ഇവിടെ അല്ല കേട്ടോ. ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ SCRT അല്ല നോക്കുക, NCERT ബുക്കാണ് വായിക്കാം. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ പല സ്കൂളുകളും പറയും ഞങ്ങൾ SCRT അല്ല നോക്കുക, കേരള സിലബസ് ആയിരിക്കും, ഞങ്ങൾ NCERT ബുക്കാണ് ഫോളോ ചെയ്യാൻ. PM ശ്രീ ഒന്നും നടപ്പിലാക്കണമെന്നില്ല, ഇതൊക്കെ എന്തോ ഇവിടെ നടപ്പിലായി കഴിഞ്ഞു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, PM ശ്രീ എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പാർട്ടാണ്. അപ്പം നിങ്ങൾ വെറുതെ PM ശ്രീ ഒന്നും വെറുതെ ചർച്ച ചെയ്തിട്ട് വേണ്ടാന്നൊന്നും പറയണ്ട, കിട്ടുന്ന പൈസ വാങ്ങുക. 4,000 കോടിയോ എത്ര 1000 കോടിയോ എത്ര ക്യാഷ് കിട്ടുന്നത് വാങ്ങുക. ഈ അജണ്ട ഓൾറെഡി നടപ്പിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ എക്സാംസ് മുഴുവനും നടത്തേണ്ട അവകാശം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് എടുത്തു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെഡിക്കൽ എൻട്രൻസ് ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ നടത്താറുണ്ടായിരുന്നു, ഇത് മുഴുവനും സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇപ്പോൾ നടത്തുന്നത്. NTA
സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ടെസ്റ്റ് CUET, അത് ഓരോ യൂണിവേഴ്സിറ്റിക്കും സെപ്പറേറ്റ് എക്സാംസ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം UGC NTA ഏൽപ്പിച്ച് അവർ സ്വന്തമായിട്ട് നടത്തുന്നു. സിലബസ് അവരാണ് തീരുമാനിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് കുട്ടികൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബുക്ക് NCERT ബുക്ക് മാത്രമായിരിക്കും. അവിടെ ഇനി പിന്നെ ഇവിടെ മുഗളന്മാർ വന്നിട്ടില്ല, പിന്നെ ഔറംഗസേബ് ഇത്ര അമ്പലം പൊളിച്ചു എന്നൊക്കെ പറയണം, അത് കുട്ടികളങ്ങ് പഠിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇതാണ് BJP അജണ്ട സെല്ല് ചെയ്യുന്ന രീതി. അവർക്കിനി എല്ലാം സിസ്റ്റം മുഴുവനും ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ആലോചിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഈ നടക്കുന്നതെല്ലാം. ആ ഓപ്പറേഷൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഓപ്പറേഷൻസ്. പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷം ഉണ്ടാക്കുക, അത് പാർലമെൻ്ററി ഡെമോക്രസിയിൽ അത് ആവശ്യമാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, ഈ നിയമങ്ങൾ മാറ്റാൻ വേണ്ടിയും അവരാഗ്രഹിക്കുന്ന അജണ്ടകൾ കൊണ്ടുവരാൻ വേണ്ടിയും. അപ്പോൾ പക്ഷേ അവരുടെ മുന്നിൽ അവർക്ക് നടപ്പാക്കാൻ ഇനിയും വലിയ അജണ്ടകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന ചില ഓപ്പറേഷൻ ചെറിയ സംഗതികൾ മാത്രമാണ്. അതിലൊരു കാര്യമോ, ഈ ഈച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈച്ചൻ്റെ ഒരു ട്രാപ്പ് ഉണ്ടാക്കും. ചിലപ്പോൾ അവിടെ ഒരു വെളിച്ചവും വെക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു തേനോ പഞ്ചസാര വെള്ളമൊക്കെ വെക്കും. അപ്പോൾ ഈച്ച മുഴുവനും അതിൽ വീഴുമെന്ന് പറയും. ഇപ്പം നടക്കുന്നത് നമ്മൾ ഇനി ചർച്ച മുഴുവനും 2 വർഷ ഡീലിമിറ്റേഷനും വനിതാ അതൊന്നും അല്ല വിഷയം. അപ്പോൾ അതിൽ സംഭവിച്ചൊരു കാര്യം ഇതാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ ഒരു സംഗതി ഉണ്ടായിരുന്നു. പ്രതിപക്ഷം BJPക്ക് ഉദ്ദേശിച്ച ഭൂരിപക്ഷം കിട്ടിയില്ല. അതുപോലെ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിന് വേണ്ടി TDP പോലുള്ള പാർട്ടികളെയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവർക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിഞ്ഞത്. അവർ BJPയുടെ ഭാഗമായിരുന്നില്ല. അങ്ങനെ അവരെ കൊണ്ടുവന്നിട്ടാണ് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഒരു തരത്തിൽ കൃത്രിമമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ. ഇനി അത് വലുതാക്കണമെന്നുണ്ടെങ്കിൽ, 3/2 ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടികളെ, ഒന്നുകിൽ ഏതെങ്കിലും പാർട്ടികളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഏതെങ്കിലും പാർട്ടികളെ പിളർത്തി NDAയിലേക്ക് കൊണ്ടുവരണം. ആ ഒരു നിലയിലാണ് ഇതിനെ. അപ്പോൾ അത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അവരൊരു വലിയ ജനാധിപത്യ അട്ടിമറി. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, അവർക്കെതിരെ വോട്ട് ചെയ്താലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന MP-മാർ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. ആ നിലയ്ക്കൊരു വലിയ ജനാധിപത്യ അട്ടിമറിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കൂറുമാറ്റം എന്നാണ് നമ്മളിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെയാണ് ഇതിനെ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഈ കൂറുമാറ്റങ്ങൾ, പാർട്ടികളുടെ പിളർപ്പുകളും അതുപോലെ തന്നെ കൂറുമാറ്റങ്ങളെയും കാണേണ്ടി വരുന്നത്. അപ്പോൾ BJP നടപ്പാക്കുന്ന വലിയൊരു അജണ്ടയുടെ ഭാഗം മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്.